പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ട്രക്ക് അവിടെ ഉണ്ട് എന്നുള്ള വിദഗ്ധം ട്രക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ തടസ്സങ്ങൾ ഒരുപാടുണ്ട് ശ്രീധര, ഈ തടസ്സങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറയുമ്പോഴും ഈ തടിക്കഷ്ണങ്ങൾ 8 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കണ്ടെത്തുന്നു. സ്വാഭാവികമായിട്ടും പ്രതീക്ഷ ചോദിക്കുന്നൊരു വലിയ കാര്യമുണ്ട്. ആ ലോറിയുടെ അവസ്ഥ, നമ്മൾ അത്ര വലിയ ഒരു ഭാരത്തോടെ ആ മണലിൽ ആ ചെളിയിൽ പുതഞ്ഞു എന്ന് പറയുന്നത് അത്ര ഭാരം ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണിപ്പോൾ. തീർച്ചയായിട്ടും ഈ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ലോറിയിലുണ്ടായിരുന്ന അക്കേഷ്യ തടികളാണ്, ആ അക്കേഷ്യ തടികളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ദൃശ്യമാണ് ഇവിടെ നിന്ന്, ഈ സ്പോട്ടിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെയുള്ള അഗർഗോണ അല്ലെങ്കിൽ ഗംഗേക്കൊള്ള എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. അവിടെ 8 കിലോമീറ്റർ അകലെയാന്ന് പറഞ്ഞ് ഈ സ്ഥലത്ത് തന്നെയാണ് നേരത്തെ മധുവട്ടം പറഞ്ഞ പോലെ തന്നെ ആ സ്ത്രീയുടെ, അക്കരെയുള്ള ആ സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചതും കഴിഞ്ഞ ദിവസം ലഭിച്ചതും അതേ പ്രദേശത്ത് തന്നെയാണ്. ഏതായാലും ഒരു നിർണായകമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് പ്രജീഷ് ചോദിച്ചത്. നേരത്തെ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ഈ തടിയോട് കൂടി ഈ ട്രക്ക് മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു പക്ഷേ അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. കാരണം ഈ തടി കാര്യമായി ദൂരേക്ക് 8 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അഴിമുഖത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്, അവിടേക്ക് വരെ ഒഴുകി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാരം അതിലില്ല. പിന്നീട് മറ്റൊരു കാര്യം പോലീസ് തന്നെ സ്ഥിരീകരിച്ച ഒരു സംഭവമാണ്. ട്രക്ക് തലകീഴായിട്ടാണ് കിടക്കുന്നത്. അതായത് ഇതിൻ്റെ ബോഡിയും എൻജിൻ ഭാഗവും തമ്മിൽ, അതിൽ ക്യാബിനും തമ്മിൽ വേർപെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു കാര്യമാണ്. ഏതായാലും അത് ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് വൈകാതെ തന്നെ നമുക്ക് അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം നമ്മുടെ ഡ്രോൺ വെച്ചുള്ള ഡിബോട്ട്സ് പരിശോധനയിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. 2 തവണ അവർക്ക് ആ ലോറിക്ക് അരികിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാബിനരികിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചിട്ടുമില്ല. അതിനൊരു പ്രധാന കാരണം അടിയൊഴുക്കാണ്. ഈ അടിയൊഴുക്കിൽ ഒരു പക്ഷേ ഈ തടി ഭാഗങ്ങൾ, ഒരു പക്ഷേ അത് കെട്ടിയിരുന്ന ഭാഗങ്ങൾ പോയതായിരിക്കാം. ആ കയർ ഭാഗങ്ങൾ അഴിഞ്ഞ് തടി ഒഴുകി പോകാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. അത്ര ശക്തമായിട്ടുള്ള അടിയൊഴുക്ക് അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നിലവിൽ കരസേനയുടെ 2 മുങ്ങൽ വിദഗ്ധർ, അതായത് ഇന്ദർബാലിൻ്റെ, മേജർ ജനറൽ ഇന്ദർബാലിൻ്റെ ഭാഗമായിട്ടുള്ള ടീമിൻ്റെ ഭാഗമായിട്ടുള്ള 2 ജവാന്മാർ അല്ലെങ്കിൽ മുങ്ങൽ വിദഗ്ധരാണ്, കരസേനയിലെ മുങ്ങൽ വിദഗ്ധരാണ് ഈ വാഹനത്തിനടി അരികിലേക്ക് എത്തിയത്. പക്ഷേ ഈ കനത്ത അടിയൊഴുക്ക് മൂലം അവർക്ക് ഇതിൻ്റെ ഭാഗത്തേക്ക്, ക്യാബിൻ ഭാഗത്തേക്ക് എത്താനായില്ല. മറ്റൊരു പ്രധാന കാര്യം, ഈ ഡ്രോൺ വെച്ചുള്ള പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതിന് നമ്മൾ മുങ്ങിത്തപ്പുക തന്നെ ചെയ്യണം.